ബ്രേക്കിംഗ് ന്യൂസ് തുടരുകയാണ്. നമുക്കിനി പാറമേക്കാവിലേക്ക് പോകാം. തിരുവമ്പാടിയിലെ കൊടുനാട്ടിൽ ചടങ്ങ് നമ്മൾ കണ്ടു. പാറമേക്കാവിലും കൊടിയേറ്റത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മേളമുണ്ട്. ആവേശപൂർവ്വം ആഘോഷപൂർവ്വം തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റ് ചടങ്ങ് വിവിധ ക്ഷേത്രങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാറമേക്കാവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പം മുൻപാണ് തിരുവമ്പാടിയിൽ തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയത്. മറ്റ് ക്ഷേത്രങ്ങളിലും ഘടക പൂരങ്ങളുടെ ക്ഷേത്രങ്ങളിലുമൊക്കെ ചടങ്ങുകൾ നടക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് തൃശ്ശൂർ പൂരം നടക്കുക. അവധി ദിനമായതുകൊണ്ട് തന്നെ വലിയ അളവിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ എത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ വലിയ തിരക്ക് എല്ലാ പൂരത്തിനും അനുഭവപ്പെടുന്നതാണ്. ഇത്തവണയും എന്തൊക്കെ പുതുമകളാണ് ഓരോ വിഭാഗവും തൃശ്ശൂർ പൂരത്തിൽ പ്രത്യേകിച്ചും കുടമാറ്റത്തിൽ കാത്തുവച്ചിരിക്കുന്നത് എന്നതാണ് വളരെ ആകാംക്ഷയോടെ കൗതുകത്തോടെ പൂരപ്രേമികൾ കാത്തിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു പൂരക്കാലം എത്തിയിരിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വൈകാരികമായ ഒരു ആഘോഷ നിമിഷം കൂടിയാണ് തൃശ്ശൂർ പൂരം എന്നത്. പലയിടങ്ങളിൽ നിന്ന് കേരളത്തിനകത്തും പുറത്തുനിന്നും വിദേശത്തു നിന്നും ഒക്കെ പൂരം കാണാനായി വേണ്ടി മാത്രം കാത്തിരുന്ന് എത്തുന്ന എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ വീണ്ടും തൃശ്ശൂരിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. ലിഷോയ് ഉണ്ട്. ലിഷോയ്, അങ്ങനെ പാറമേക്കാവിലെ ചടങ്ങുകൾ കൂടി കാണുന്നു. ആ കർമ്മത്തിലേക്ക് എത്താറായോ? കൊടിനാട്ടിൽ ചടങ്ങ് തുടങ്ങാറായോ? ശരി, സ്നേഹമോൾ നൈനാനാണോ ഇപ്പോൾ ഉള്ളത്? സ്നേഹ, ചടങ്ങ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ദിവിഷ്, പാറമേക്കാവിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. കൊടിയേറ്റിനുള്ള കവുങ്ങ് തടി, അതായത് ആല്, അതോടൊപ്പം തന്നെ പ്ലാവില, ദർഭപ്പുല്ല് എന്നിവ കൊണ്ട് അലങ്കരിച്ച കവുങ്ങും തടി, അതായത് ചെമ്പിൽ കുട്ടനാശാരി തീർത്ത കവുങ്ങും തടിയാണ് ഇതിവിടെ പാറമേക്കാവ് ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളുന്ന ദേവിയെ സാക്ഷി നിർത്തിയാണ് പാറമേക്കാവ് ദേശക്കാർ ഈ കൊടിയേറ്റ് നടക്കുമ്പോൾ വലിയ പാണിക്ക് ശേഷം ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നതും കാത്ത് ഇരിക്കുകയാണ്. ഈ ദേശക്കാർ, ഈ പാറമേക്കാവ് ദേശക്കാർ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്നും തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ആളുകളും ഒക്കെ തന്നെയുണ്ട്. കൊടിയേറ്റ് ഉടൻ തന്നെ നടക്കും. അത് ആരംഭിക്കാൻ പോവുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. അതിനുശേഷം പാറമേക്കാവ് കാശിനാഥനാണ് ദേവിയുടെ തിടമ്പ് ഏറ്റുക. ശേഷം 5 ആനകളുടെ അകമ്പടിയോടുള്ള എഴുന്നള്ളിപ്പ് നടക്കും. ഈ എഴുന്നള്ളിപ്പ് വടക്കുന്നാഥന്റെ ചന്ദ്രപുഷ്കരണിയിൽ എത്തുകയും തുടർന്ന് ദേവിയുടെ ആറാട്ടോടു കൂടി തന്നെ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും. ഇതേ സമയം തന്നെ ക്ഷേത്രത്തിലെ പാലമരത്തിനും അതോടൊപ്പം തന്നെ മണികണ്ഠരാലിലും സിംഹമുദ്ര പതിപ്പിച്ച മഞ്ഞക്കൊടികൾ ഉയരുകയും ചെയ്യും. തിരുവമ്പാടി, പാറമേക്കാവ് മാത്രമല്ല, തിരുവമ്പാടിയുടെ കഴിഞ്ഞു, പാറമേക്കാവിലെ ഉടൻ തന്നെ ആരംഭിക്കും. അതുമാത്രമല്ല 8 ഘടക ക്ഷേത്രങ്ങളിലെയും, ഇത് കണിമംഗലം ശാസ്താവ് മുതൽ നെയ്തലക്കാവ് ഭഗവതി വരെയുള്ള 8 ക്ഷേത്രങ്ങളിൽ, ലാലു ക്ഷേത്രത്തിൽ കഴിഞ്ഞു. ഇപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റ് ചടങ്ങുകളൊക്കെ വൈകുന്നേരം വരെ നടക്കും. അതിനുശേഷം തൃശ്ശൂർ പൂരത്തിലേക്ക് ഒരു നാഗരം. പാറമേക്കാവിലും കൊടിയേറ്റ് ചടങ്ങ് നടക്കുകയാണ്.